തൊടുപുഴയിൽ വി ഡി സതീശൻ അനുകൂല പ്രകടനം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതിൽ ഇടുക്കി ഡിസിസി അധ്യക്ഷൻ CP മാത്യുവിനെതിരെ കടുത്ത പ്രതിഷേധം. ഡിസിസി പ്രസിഡന്റിനെ മാറ്റണമെന്ന് നേതാക്കൾ KPCCയോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ CP മാത്യു സജീവമല്ലായിരുന്നില്ലെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി OR ശശി പറഞ്ഞു. CP മാത്യു പ്രസ്ഥാനത്തിന് നേരെ ചെളി വാരി എറിയുകയാണെന്ന് ജില്ലാ UDF ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കുറ്റപ്പെടുത്തി. അതൃപ്തി അറിയിക്കാൻ വിളിച്ച പ്രവർത്തകനും ഡിസിസി പ്രസിഡന്റും അസഭ്യം പറയുന്ന ഫോൺ സംഭാഷണവും പുറത്തുവന്നു. നിങ്ങൾ പ്രസിഡന്റാണ്, കാര്യം ശരിയാണ്. ഇങ്ങനെ വിവാദമായിട്ട് എല്ലാ ദിവസവും ഞങ്ങളെ എംബാലുവിന്റെ പിന്തുണമാക്കാരാ. നിങ്ങൾ ഡീൻ കുര്യാക്കോസിനെ മോശമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു പ്രസിഡന്റ് അല്ലേ? നിങ്ങൾ സംസാരിക്കുന്ന ആരാന്നാ ചോദിച്ചത്? ഞാൻ അനീഷാണ്, വണ്ടിപ്പെരിയാറ്റിൽ നിന്ന്. അനീഷ് എന്നാ ഔദ്യോഗിക സ്ഥാനം? എന്റെ ഔദ്യോഗിക സ്ഥാനം വണ്ടിപ്പെരിയാറ്റി ചോദിച്ചാ പറയും, അവര് പറയും. എനിക്ക് അതിന് സമയമില്ല. എന്റെ ഔദ്യോഗിക സ്ഥാനം എന്നു സൗകര്യം എന്നെ പറയാതെ സംസാരിക്കാം. എനിക്ക് നേരം ഉണ്ടാവും. എനിക്ക് സൗകര്യമില്ല. പക്ഷെ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാലേ നീ ആരാ എടാ, നീ ഒരുപാട് ഇങ്ങോട്ട് കേട്ടോ. ഏത് ആരാണ്? ശരിടാ, ശരി അങ്ങോട്ട് കേട്ടോ. നീ ആയിക്കോട്ടാ. CP മാത്യു CP മാത്യുവിന്റെ ഒരു സഹകരണവും 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. ഇപ്പൊ പാർലമെന്റ് പാർട്ടി നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തില് CP മാത്യു എടുത്തൊരു നിലപാട് അത് ഒരു കാരണവശാലും ഇടുക്കി ജില്ലയിലെ UDFും കോൺഗ്രസ് പാർട്ടിയും അംഗീകരിക്കുന്നതല്ല. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, അപ്പോൾ ഈ വി ഡി സതീശൻ അനുകൂല പ്രകടനത്തിന്റെ പേരിൽ ആദ്യം നടപടിയെടുത്തത് ഇടുക്കി DCCയാണ്. അതിനെതിരെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഡീൻ കുര്യാക്കോസ് ഒക്കെ ഉൾപ്പെടെ അതിനകത്ത് ഭാഗമാകുകയും അപ്പോൾ DCC അധ്യക്ഷനെതിരെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയരുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. നടപടിയെടുക്കണമെന്നുള്ള ആവശ്യം കൂടി ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ സംഭാഷണം അടക്കം പുറത്തു വരുന്നത്. അപ്പോൾ ഈ DCCക്കകത്ത് ഇപ്പോൾ നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? തീർച്ചയായും ജിൽസി, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ ഫോണിലേക്ക് വന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത്. അതൃപ്തി അറിയിക്കുവാൻ വേണ്ടി വിളിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തനം DCC പ്രസിഡന്റും തമ്മിൽ രൂക്ഷമായ ഭാഷയിൽ അസഭ്യ പ്രകടനം നടത്തുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. പരസ്പരം രൂക്ഷമായ ഭാഷയിലാണ് അസഭ്യം വിളിക്കുന്നത്. ഏതായാലും DCC പ്രസിഡന്റിനെ മാറ്റണമെന്നുള്ള ആവശ്യവുമായി നിരവധി നേതാക്കൾ ഈ ഘട്ടത്തിൽ രംഗത്ത് വരുന്നു. UDF ജില്ലാ ചെയർമാൻ കൂടിയായ ജോയ് വെട്ടിക്കുഴി പ്രസ്ഥാനത്തെ ചെളിവാഴിയിരിക്കുകയാണ് CP മാത്യു DCC പ്രസിഡന്റ് എന്നാണ്. ഡീൻ കുര്യാക്കോസിനെ ഇനിയും അധിക്ഷേപിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ കുറിപ്പിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയിൽ ഇടുക്കി DCCയിലുണ്ടായ ചേരിപ്പോര് അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അതിർവരമ്പുകളും ലംഘിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. DCC പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കൾ KPCCയെ സമീപിച്ചിട്ടും ഉണ്ട്. ഏതായാലും അതേസമയം CP മാത്യുവിനെ സംരക്ഷിക്കണം. CP മാത്യു സംഘടനാ നിലപാട്, സംഘടനയുടെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ഇങ്ങനെ പരസ്യമായി ആക്രമിക്കേണ്ടതില്ല എന്ന അഭിപ്രായമായി KC വേണുഗോപാൽ അനുകൂല പക്ഷവും ഇടുക്കിയിൽ സജീവമാണ്. ഈ 2 ചേരികൾ തിരിഞ്ഞ് ഡീൻ കുര്യാക്കോസിന്റെയും CP മാത്യുവിന്റെയും നേതൃത്വത്തിൽ 2 ചേരികൾ തിരിഞ്ഞ ഇടുക്കിയിൽ ചേരിപ്പോര് രൂക്ഷമാവുകയാണ്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളും വിജയിച്ച വലിയ ശോഭയോടെ നിന്ന കോൺഗ്രസിനെ അതിന്റെ ശോഭ കിടത്തുന്ന തരത്തിലേക്ക് നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഘടകകക്ഷികളടക്കം ഈ ചേരിപ്പോരിൽ വലിയ അതൃപ്തിയിലാണ്. UDFിനുണ്ടായ വമ്പൻ വിജയത്തിന്റെ പ്രഭ കെടുത്തുന്ന തരത്തിലേക്ക് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ കടക്കരുത് എന്നുള്ള ആവശ്യം എന്ന നിലപാടിലേക്ക് ഘടകകക്ഷികളും ഈ ഘട്ടത്തിൽ കടക്കുന്നു എന്നുള്ളതാണ്. CP മാത്യുവിനെ ഉടനടി തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സംസ്ഥാന നേതൃത്വം നടപടിയെടുക്കണമെന്നുള്ളതാണ് VD സതീശൻ അനുകൂല പക്ഷക്കാരുടെ അഭിപ്രായം. നമുക്കറിയാം, ഡീൻ കുര്യാക്കോസ് അടക്കം VD സതീശൻ അനുകൂല പ്രകടനം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടി പറയുമ്പോഴാണ് CP മാത്യു ഡീൻ കുര്യാക്കോസിനെ മൂക്കാതെ പഴുത്ത നേതാവ് എന്ന് വിമർശിച്ചത്. ഇതാണ് ഇപ്പോഴുള്ള പരസ്യമായ ചേരിപ്പോരിനും ചെളിവാരി എറിയലിലേക്കും നയിച്ചത്. ഏതായാലും ഡീൻ കുര്യാക്കോസിനെ പരസ്യമായി വിമർശിച്ച DCC പ്രസിഡന്റ് നിലപാടാണ് ഇപ്പോൾ പ്രവർത്തകർ തന്നെയും പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വിചാരണ ചെയ്യുന്ന നിലയിലേക്ക് കടന്നിട്ടുള്ളത്. ഇനിയും ഇതിൽ സംസ്ഥാന നേതൃത്വം ഇടപെടാതെ പോയാൽ ഒരുപക്ഷെ DCCയിൽ തന്നെ വലിയ
പൊട്ടിത്തെറിയിലേക്ക് കടക്കും. കാരണം ജില്ലാ നേതൃത്വം ഒട്ടാകെയും രണ്ട് ചേരികളായി തിരിഞ്ഞിരിക്കുകയാണ്. പരസ്പരം അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. നിരന്തരം നിരവധി കോളുകളാണ് DCC പ്രസിഡന്റ് ഫോണിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം അസഭ്യ പ്രകടനവും മറ്റും നടത്തിക്കൊണ്ട് പ്രവർത്തകർ നിരവധി പേർ DCC പ്രസിഡന്റ് ഫോണിൽ വിളിക്കുന്നുമുണ്ട്. ഏതായാലും എല്ലാ അതിർവരമ്പുകളും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഇടുക്കിയിലെ ചേരിപ്പോര് മാറിയിരിക്കുന്നു. ജിൽസി.